വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ ലഭിച്ച അവസരം നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഡൽഹിയിൽ മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രായത്തെ മോദി കളിയാക്കിയത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി പരോക്ഷമായി രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് പരിഹാസം ഉന്നയിച്ചത്. സ്കൈറൂട്ട് ടീമിലെ അംഗങ്ങളുടെ ശരാശരി പ്രായം 28 വയസ്സ് മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി 56 വയസ്സുള്ള ചെറുപ്പക്കാരനെക്കുറിച്ചല്ല, ഇന്ത്യയുടെ പതാക ബഹിരാകാശത്ത് ഉയർത്തിയ യുവാക്കളെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ 56 വയസ്സ് പൂർത്തിയാക്കിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയാണ് മോദി ഈ പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത്. ഇതാദ്യമായിട്ടല്ല, മറിച്ച് പല അവസരങ്ങളിലും മോദി രാഹുൽ ഗാന്ധിയുടെ പ്രായത്തെ പരിഹസിച്ചിട്ടുണ്ട്. സമ്മേളനം ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മോദി പറഞ്ഞെങ്കിലും അതിനുള്ള സാധ്യതകൾ വിദൂരമാണെന്ന് പറയാതെ വയ്യ. കാരണം പരിഹസിക്കാനുള്ളത് ചെയ്തിട്ട് പാർലമെന്റിൽ അടങ്ങിയൊതുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ പാർലമെന്റിലുള്ള പ്രതിപക്ഷ എംപിമാർ മോദിയുടെ അടിമകളാണോ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾ മറുഭാഗത്ത് ശക്തി പ്രാപിക്കുമ്പോഴാണ് കോംപ്രമൈസ് നീക്കം മോദിയിൽ നിന്നുണ്ടാകുന്നത്. അത്രമാത്രം ചീത്തപ്പേര് നിലവിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. അതിനെക്കുറിച്ചൊന്നും പാർലമെന്റിൽ സംസാരിക്കരുതെന്ന് മോദി പറയുമ്പോൾ പോയി പണി നോക്കണം മിസ്റ്റർ എന്ന് തിരിച്ചടിക്കുന്നുണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ വലിയ പ്രതിഷേധമാണ് ഡൽഹിയിൽ നടക്കുന്നത്. അഭിജിത് ദിപ്കെ സ്ഥാപിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ പ്രതിഷേധം ശക്തമായി നടക്കുമ്പോഴാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. പാർലമെന്റിലേക്ക് പാഞ്ഞെത്തിയ യുവാക്കളടങ്ങിയ പ്രതിഷേധക്കാർ ശക്തമായി പ്രതിഷേധം തീർത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് യുവാക്കളുടെ പ്രധാന ആവശ്യം. നീറ്റ് വിഷയത്തിൽ നിരാഹാര സമരം നടത്തിയിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ പോലീസ് ബലമായ ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രതിഷേധങ്ങൾ കൂടുതൽ തീവ്രമാക്കിയിട്ടുണ്ട്. പാർലമെന്റിന് സമീപം കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചത് സംഘർഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. ജൂലൈ 20 ആരംഭിച്ച മൺസൂൺ സമ്മേളനം അത്യന്തം പ്രക്ഷുബ്ധമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. നീറ്റ് പരീക്ഷാ വിവാദം, അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പാരോപണം, വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ ഈ സമ്മേളനത്തിൽ സർക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. സഭയിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുമ്പോൾ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധങ്ങളുമായി സഭയിലെത്തുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2026 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ബിൽ പാർലമെന്റിൽ ഈ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 13 വരെ നീണ്ടുനിൽക്കുന്ന 25 ദിവസങ്ങളിലായി 19 സിറ്റിംഗുകൾ നടക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ മറ്റു പല ബില്ലുകളും അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്ന ഓർഡിനൻസിന് പകരമായി കൊണ്ടുവരുന്ന സുപ്രീം കോടതി ഭേദഗതി ബിൽ 2026, ഫോറിൻ കോൺട്രിബ്യൂഷൻ ഭേദഗതി ബിൽ 2026, വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025 എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ബില്ലുകൾ പാസ്സാക്കാൻ എംപിമാരുടെ പിന്തുണ തേടിയ BJP പക്ഷേ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ ആദ്യപടിയായി മോദിയുടെ പരിഹാസം. മോദി തുടങ്ങിവെച്ച സ്ഥിതിക്ക് തങ്ങൾ ബാക്കി നോക്കിക്കൊള്ളാമെന്ന് BJP എംപിമാർ പറയുമ്പോൾ അതൊന്ന് കാണട്ടെ എന്ന് തിരിച്ചടിക്കുന്നുണ്ട് പ്രതിപക്ഷം.